ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനായിട്ട് നമ്മൾ 2 ക്യാരറ്റ് ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ക്യാരറ്റൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഈ ക്യാരറ്റിൽ നന്നായിട്ട് മെൽറ്റായി വരണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റും പഞ്ചസാരയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി പഞ്ചസാരയും പാലും നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിൽ 1/4 ഭാഗമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് നന്നായി ഇളക്കി പാലും ക്യാരറ്റും പഞ്ചസാരയും എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂവ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായി യോജിച്ച് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ പാലിൻ്റെ മിക്സൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് നമ്മളുടെ പാത്രത്തിലേക്ക് കുറച്ച് ചൈന ഗ്രാസും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാലിൻ്റെ മിക്സിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി ചൈന ഗ്രാസും പാലും ക്യാരറ്റും എല്ലാം ഒന്ന് മിക്സായി വരണം. ചെറിയ ചൂടായാൽ മതി, നമുക്കിനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പുഡിങ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൊണ്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.